ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മൾ വയറിങ് ചെയ്യുകയാണെങ്കിൽ അവസാനം നമ്മൾ കാണാറുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കാറില്ല. അതായത് വയറിങ് എല്ലാം ചെയ്തതിന് ശേഷം അവസാനം ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കുമെന്നും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങൾ എത്രയും കറക്റ്റ് ആയിരിക്കും നമ്മളൊന്ന് നോക്കാം. അതിൻ്റെ വീഡിയോസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇത് എൻ്റെ അത്യാവശ്യം റൂമിൻ്റെ ഫുൾ പണികൾ ഏകദേശം കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ സീലിംഗ് ലൈറ്റ്സുകളൊക്കെ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാർക്കയിലിടുന്ന ടൈപ്പാണ്. അതെല്ലാം അതിൻ്റെ അകത്ത് കൊടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡാണ് വരുന്നത്. ഈ എൻട്രൻസിൻ്റെ സ്വിച്ച് ബോർഡ് വാതിലിനോട് ചേർന്ന് അടുത്ത് വരുന്നത് അത് ഫസ്റ്റ് ആദ്യം തന്നെ കൊടുത്തത് 2 2 വേ സ്വിച്ചാണ്. ഈ 2 2 വേ സ്വിച്ചാണ് വളരെ ഇമ്പോർട്ടൻസ്. ഒന്ന് ലൈറ്റിൻ്റെ സ്വിച്ചും ഒന്ന് ഫാനിൻ്റെ സ്വിച്ചാണ്. ഇത് നമ്മുടെ ബെഡ് സ്വിച്ചിലും വരുന്നുണ്ട്. ബാക്കിയെല്ലാം വരുന്നത് സീലിംഗ് ലൈറ്റ്സും പിന്നെ ഒരു എക്സ്ട്രാ ഒരു പ്ലഗും കൂടി വരുന്നുണ്ട്. നമുക്ക് വരുന്ന ലൈറ്റ്സുകളും കാര്യങ്ങളും എക്സ്ട്രാ വരുന്നതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഈ സ്വിച്ചുകളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിവശത്ത് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കൊടുക്കുന്നത് 130 സെൻറ്റിമീറ്ററാണ് നമ്മൾ പറയാറുള്ള ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഫിനിഷിംഗ് സ്റ്റേജ് വരുമ്പോൾ ഈ ലെവലിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ആദ്യത്തെ 2 2 വേ സ്വിച്ച് വരുന്നുണ്ട്. ഈ 2 2 വേ സ്വിച്ച് നേരെ പോകുന്നത് നമ്മുടെ ബെഡിൻ്റെ പൊസിഷനിലേക്കാണ് വരുന്നത്. എൻട്രൻസിന് നേരെ ബെഡിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. ബെഡിൻ്റെ 2 സൈഡുകളിലായിട്ട് സൈഡ് ടേബിൾ ഇടാവുന്ന രീതിയിലും 6 അടി കട്ടിലിടാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കട്ടിലിടുന്നതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു വർക്ക് വരുന്നുണ്ട്. അതിനോട് ചേർന്നാണ്, അതായത് 65 സെൻറ്റിമീറ്റർ നമുക്ക് ഇതിൻ്റെ അടിവശം കിട്ടാവുന്ന രീതിയിലാണ് ഒരു ബോക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ നമ്മൾ പറഞ്ഞ 2 2 വേ, ഒന്ന് ലൈറ്റിൻ്റെ, രണ്ടാമത് ഫാനിൻ്റെ കൊടുത്തിരിക്കുന്നത്, റെഗുലേറ്ററാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ട് ഒരു എക്സ്ട്രാ സ്വിച്ച് പ്ലഗ് വരുന്നുണ്ട്. ഒരു ഫുൾ ലാമ്പ് കൂടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറയാറുള്ള 6 അടി കോട്ട്, 6 അടി കട്ടിലിടാവുന്ന രീതിയിൽ അതിൽ നിന്ന് സൈഡ് ടേബിൾ വരുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ സ്വിച്ച് ബോർഡ് വെക്കേണ്ടത് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഫിനിഷിംഗ് സ്റ്റേജാണ് ഈ കാണുന്നത്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ. പിന്നെ വരുന്നത് വെച്ചാൽ കട്ടിലിൻ്റെ മുകളിലായിട്ട് പിക്ചർ ലാമ്പ് കൊടുക്കാനുള്ള ഓപ്ഷൻ, അതായത് കട്ടിലിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ പിക്ചർ ലാമ്പ് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നെ സൈഡിലായിട്ട് വരുന്ന ഒരു സൈഡ് ടേബിൾ കൂടി വരുന്നുണ്ട്. അതായത് 6 അടി കട്ടിലിട്ടതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ ഒരു സൈഡ് ടേബിൾ കണ്ടത് കറക്റ്റ് 50 സെൻറ്റിമീറ്ററിൻ്റെ സൈഡ് ടേബിളാണ് അവിടെ വീഴാനുള്ളത്. അത് നമ്മൾ അതിൻ്റെ താഴെ വരുന്ന രീതിയിൽ 65 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഫിനിഷിങ് കിട്ടുന്നത്. അതിൻ്റെ സെൻറ്ററായിട്ട് നമ്മൾ ഈ സ്വിച്ച് ബോർഡ് വെക്കണം. എന്നാൽ സ്വിച്ച് ബോർഡ് നമുക്ക് തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനും പറ്റണം. ആദ്യമേ തന്നെ നമ്മൾ ഈ സൈഡിൽ വരുന്ന എ സിയുടെ സ്വിച്ച് കൊടുത്തു. എ സിയുടെ അതിനുശേഷം മാസ്റ്ററിൻ്റെ സ്വിച്ച്, അതായത് എല്ലാ ലൈറ്റും ഒന്ന് തെളിയുന്നതിന് വേണ്ടിയിട്ട് മാസ്റ്ററിൻ്റെ സ്വിച്ച് എന്തെങ്കിലും അത്യാവശ്യം കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി. ബാക്കി വരുന്ന ലൈറ്റ്സുകൾ എക്സോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലുള്ള സീലിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. മുകളിൽ വരുന്ന LED സ്ട്രിപ്പുകളുടെ പോയിന്റ് വരുന്നുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു സ്വിച്ച് പ്ലഗ് സ്വിച്ച് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ നമ്മൾ പ്ലഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം 2 സൈഡിൽ നമുക്ക് മൊബൈൽ ചാർജിങ് ഒക്കെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, രാത്രിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സോസ്റ്റ് ഫാൻ, നമ്മുടെ റൂമിൽ എക്സോസ്റ്റ് ഫാൻ വെക്കുന്നത് നല്ലതാണ്. ഫാൻ കൂടാതെ ഒരു എക്സോസ്റ്റ് ഫാൻ കൂടി കൊടുത്തതിന് അത്യാവശ്യം കൂളിങ്ങും ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് പോകുന്നതിന് അത്യാവശ്യമായിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ പ്ലഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഞാൻ പറഞ്ഞു അത്യാവശ്യം തീർന്ന ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഈ കബോർഡിൻ്റെ ഉള്ളിൽ കണ്ട, നിങ്ങൾ കാണുന്ന പോലെ തന്നെ കബോർഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് ആ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കിടക്കുന്ന എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മളൊരു സിസ്റ്റം കമ്പ്യൂട്ടറൊക്കെ വെച്ച് ചെയ്യുന്നതിന് സ്റ്റഡി ടേബിളായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. പിന്നെ അകത്തേക്ക് കിടക്കുന്ന ബാത്റൂമിൻ്റെ ഏരിയകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിനിഷിംഗ് സ്റ്റേജായ റൂം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് വയറിങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ അവസാനം ഫിനിഷിംഗ് സ്റ്റേജ് വരുന്ന റൂമിൻ്റെ എഫക്റ്റ് വരുന്നത്. നമുക്ക് എന്നാൽ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് എല്ലാ മെഷർമെൻറ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റൂം ഡിസൈൻ ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.